ഹലോ ഓൾ. അപ്പോൾ NMMS പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങളാണ് നമ്മളുള്ളത്. കാരണം നമ്മുടെ XNY ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അത് നല്ല അടിപൊളി മാർക്കോട് കൂടിയിട്ട് ഓരോരുത്തരുടെ മാർക്ക് കണ്ടിട്ട് ഞാനാകെ അന്തം വിട്ടിരിക്കുകയാണ്. 164, 161, 160 ഇങ്ങനെ കട്ട് ഓഫിനെ വളരെയധികം ബീറ്റ് ചെയ്യുന്ന മാർക്സുമായിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഡാനിഷ് അൻവർ, ഫാത്തിമ സജ, അൽന റോസ് തോമസ്, ഇവർ മൂന്നാളാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ആളുകൾ, ഒരുപാട് മക്കൾ അടിപൊളി വിജയം നേടിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇല്ലാതെ നമ്മുടെ ഫ്രീ ഓൺലൈൻ പ്രോഗ്രാമും മോക്ക് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ്, ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് NMMS ക്വാളിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒട്ടാകെ 3473 ആളുകളാണ് NMMS ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന് XNY ലേണിങ്ങിന് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഴുവൻ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ XNYയിലൂടെ പഠിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം NMMS ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് NMMS വിന്നേഴ്സിനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം റിസൾട്ട് ലേറ്റ് ആയിട്ടാണ് വന്ന്. അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ സങ്കടങ്ങൾ പറഞ്ഞിരുന്നു. അതിന് മുമ്പത്തെ വർഷം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവർക്കൊരു കരിയർ ഗൈഡൻസും മോട്ടിവേഷനും അതോടൊപ്പം അവർക്ക് നിങ്ങൾ നടത്തിയ അധ്വാനത്തിന് നിങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു അവാർഡ് ദാനം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ നമ്പർ അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോണിൽ എവിടെയാണ് അവാർഡ് ഫംഗ്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ മാർക്കും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവാർഡ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് NMMS കിട്ടിയ ആളുകളോടും കിട്ടാത്ത ആളുകളോടും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമുക്ക് കിട്ടാത്ത ആളുകളോട് പറയാം, എന്നിട്ട് കിട്ടിയ ആളുകളോട് പറയാം. കിട്ടാത്ത ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ആയിരിക്കും മിസ്സായിട്ടുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ കട്ട് ഓഫ് കൂടുതലോ കുറവൊക്കെ ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം അല്ലേ. എന്ത് കാരണങ്ങളായാലും നമ്മൾ ഇനി എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ കുട്ടികളോട് മത്സരിക്കാനുള്ളതല്ല, ഈവൻ നിങ്ങളുടെ സ്റ്റേറ്റിലെ കുട്ടികളോട് മത്സരിക്കാനുള്ളതല്ല. നിങ്ങൾ IITകളിൽ എത്തേണ്ടവരാണ്, എയിംസുകളിൽ എത്തേണ്ടവരാണ്, ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെടേണ്ടവരാണ്, CUETയും JEEയും NEETൊക്കെ എഴുതേണ്ടവരാണ്, UPSC എഴുതി സിവിൽ സർവീസ് ഓഫീസർമാരാവേണ്ടവരാണ്. ഈ പരീക്ഷകളിലെല്ലാം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും മിടുക്കരായ ആളുകളോടാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, 8ാം ക്ലാസ് പരീക്ഷ പോലെയല്ല NMMS. NMMSന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ NMMSന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ 8ാം ക്ലാസ് ബോർഡ് എക്സാമിന് നിങ്ങൾ പഠിക്കാനുള്ള പോലെ പഠിച്ചാൽ NMMS കിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങേണ്ട സമയമാണിത്. അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള പരമാവധി കോമ്പറ്റേറ്റീവ് മത്സര പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്ക് XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം അടക്കമുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, NMMS കിട്ടിയ ആളുകളോടാണ് പറയാനുള്ളത്. NMMS കിട്ടിയ ആളുകളോട് പറയാനുള്ളത്, ഇവിടെ വെച്ച് നിർത്തരുത്, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു സംഭവമായിട്ട് നമ്മുടെ NMMS വിജയം മാറണം. അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള നിങ്ങൾക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പരമാവധി മുതലാക്കുക. എത്ര രൂപ കിട്ടി അല്ലെങ്കിൽ എത്ര സ്കോളർഷിപ്പ് കിട്ടി എന്നതിനേക്കാളും പ്രധാനം നമുക്ക് മുമ്പോട്ടുള്ള ഒരു കുതിപ്പിൽ ഇത് എത്രത്തോളം ഊർജ്ജം നൽകുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ NEET JEE പോലത്തെ പരീക്ഷകൾ വരാനുണ്ട്. ഇതിൽ നിന്നുള്ളൊരു കോൺഫിഡൻസ് മുൻനിർത്തി അത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതോടൊപ്പം നമ്മുടെ അവാർഡ് ഫംഗ്ഷന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാക്കി ലോജിസ്റ്റിക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. പരീക്ഷ എഴുതി വിജയിച്ചവർക്കും കിട്ടാതെ ജസ്റ്റ് മിസ്സായി പോയവർക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ.